നമസ്കാരം. ജ്യോതിഷ ശ്രീമുരുക ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ശുക്രൻ മീനരാശിയിൽ പ്രവേശിക്കുന്ന മേടക്കൂറുകാരുടെ ഫലങ്ങളാണ് പറഞ്ഞിരുന്നത്. ഈ ഭാഗത്തിൽ ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും 6ാം ഭാവാധിപനുമായ ശുക്രനാണ് 11ാം ഭാവത്തിൽ ശനിയോട് യോഗം ചെയ്ത് സംക്രമിക്കുന്നത്. ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ഉണ്ടാകുന്നതാണ്. ഇതുവരെ നടക്കാതിരുന്ന ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുന്നതുമാണ്. എല്ലാ പ്രവൃത്തികളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക നേട്ടവും ലാഭവർധനവും ഉണ്ടാകും. വീട്, ഭൂമി, വാഹനം എന്നിവയും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് ആഡംബര വസ്തുക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും ഇടയാകും. സ്ത്രീ സൗഹൃദങ്ങൾ വർദ്ധിക്കുന്നതിനും ആഭരണങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവ വഴി സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ഇടവരുന്ന കാലമാണ്. കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഷെയർ മാർക്കറ്റിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കടബാധ്യതകൾ വീട്ടി തീർക്കാൻ സമയം കാണുന്നു. ശത്രുശല്യം കുറയാം. ഇതെല്ലാമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ.